സംസ്ഥാനത്ത് ശക്തമായ കടലേറ്റമാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പള്ളിത്തുറ കടൽ തീരത്തും കടലേറ്റം രൂക്ഷമാണ്. പെട്ടെന്നുണ്ടാകുന്ന കടൽ കയറ്റം 35ഓളം കുടുംബങ്ങൾക്കാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. വാർത്ത കാണാം. എനിക്കൊരു മാസമായി കൈക്കുഞ്ഞുണ്ട്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കടപുഴകി വീണ തെങ്ങുകളും കടലെടുത്ത വീടുകളുമാണ് പള്ളിത്തുറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്നുണ്ടായ കടലേറ്റത്തിൽ തിരുവനന്തപുരം പള്ളിത്തുറ VSSC നോർത്ത് ഗേറ്റിന് സമീപത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. എപ്പോഴാണ് തീരം താണ്ടി എത്തുന്ന കടൽ വീടുകൾ തകർക്കുക എന്നറിയില്ല. ഓരോ തവണയും കടൽ അശാന്തമാകുമ്പോൾ 1-2 ആഴ്ചയോ മാസമോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റാറാണ് പതിവ്. കടലൊന്ന് ശാന്തമായാൽ തിരികെ തീരത്തെത്തും. നാളെ കടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വർഷം ഈ കടൽ ഇങ്ങനെ വരുമ്പോൾ വീട് ചരിഞ്ഞുകൊണ്ട് വരികയാണ് ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സഹായം ചെയ്യണം. പള്ളിത്തുറയിൽ സ്ഥലമുണ്ട്, ഒരു 3 സെൻറ്റ് സ്ഥലം തന്നാൽ മതി. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ രാത്രിയിൽ ഓടി. ഇനി എവിടെ ഓടണമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞു തരണം എനിക്ക്. കാരണം എനിക്ക് വേറൊരു വരുമാനമില്ല, ജോലിയില്ല. അവർ പറയുമ്പോൾ ഞങ്ങൾ മാറാൻ പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് മാറും. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഓടാനൊന്നും വയ്യ. ശാശ്വത പരിഹാരം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് പള്ളിത്തുറ കൗൺസിലർ മേടയിൽ വിക്രമൻ പറഞ്ഞു. സ്ഥിരമായ സംവിധാനം വേണമെന്നുള്ളത് തന്നെയാണ് കൗൺസിലർ എന്നുള്ളതല്ലേ എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നവരെ പാർപ്പിച്ചു. അന്നേരം മത്സ്യഫെഡിൻ്റെ കുറച്ച് വസ്തു ഇവിടെ കിടപ്പുണ്ട്. അത് തന്നാൽ ഞാനും MLAയും കത്ത് കൊടുത്തതാണ്. ആ വസ്തു ഒരു 50 സെൻറ്റോളം തന്നാൽ ഇവർക്കൊരു 19 ഫ്ലാറ്റ് വീടുകൾ നിർമ്മിച്ച് കൊടുത്തവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള ശ്രമമൊക്കെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ നടത്തുകയാണ്. 35ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. അതിൽ കടലേറ്റം രൂക്ഷമായി ബാധിച്ചത് 5 കുടുംബങ്ങളെയാണ്. അവർക്കെങ്കിലും സ്ഥിരമായൊരു വാസസ്ഥലം ഒരുക്കേണ്ടതുണ്ട്. ഇത്തരം ദുരിതങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ആവർത്തിക്കുമ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരിനാകുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകാതെ ഇനി തീരം വിടില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. പ്രതികരണങ്ങൾ നോക്കാം. ടോയ്ലറ്റും ബാത്റൂമും എല്ലാം പോയത്, തെങ്ങ് പോയി. വീട്ടിൻ്റെ ഓരത്തെത്തിച്ചാൽ ഒരു നിവർത്തിയില്ല. എനിക്ക് മണ്ണടക്കാൻ പോലും ഒരു നിവർത്തിയില്ല. ആരുമില്ല, ഒന്നും തരാൻ വേണ്ടാത്ത വളരെ കഷ്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാവരും മണ്ണടുക്കി, എൻ്റെ ഇതിൽ മാത്രം ഞാൻ മണ്ണടുക്കിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ജന്നി പിടിച്ച മോനുണ്ട്. 10-15 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ മണ്ണടക്കാൻ പറ്റുമോ? മണ്ണടുക്കിയില്ലെന്നുണ്ടെങ്കിൽ വീടും പോകും. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഒന്നിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടക്കാർ ഒന്നും ചെയ്യുന്നില്ല. കടയിൽ പോയി അധ്വാനിക്കുന്ന ആളാണ് ഞാൻ. ഒരാഴ്ച കൊണ്ട് എനിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഇതും കണ്ടുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇത് എന്ത് പറയാനാണ് മോളെ? നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പിള്ളേരെ കൊണ്ടാണ് ഞാൻ ഈ മണ്ണെല്ലാം കയറ്റിയിട്ടത്. ഒരു സഹായവും ഞങ്ങൾക്കില്ല. ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പറയാൻ തന്നെ വയ്യ. നമ്മൾ ദുഃഖത്തിൻ്റെ പാതയിലാണ് ജീവിച്ചു പോകുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് കുഞ്ഞു മക്കളും ഉള്ളതാണ്. അവരെയൊക്കെ പറക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഓടി വന്നാലും നിങ്ങൾ 2 ദിവസം നമുക്ക് താമസിക്കാൻ ഇടം തരും. 3-ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾക്കും ഒരു വിമിഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് വന്ന ആൾക്കാർ പറഞ്ഞ് സ്കൂളിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിചയക്കാരുള്ള വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെ പോകാത്തതുകൊണ്ടാണ്. കാരണം പറക്കിയെടുത്ത് പോയിട്ട് തിരിച്ചു വരുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ കടലമ്മ കൊണ്ടുപോയാലും സാരമില്ല, കുഞ്ഞു മക്കളെ വലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു ഭയമാണ് നമുക്ക്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റൂ. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകും. ദേവിക, കാലാകാലങ്ങളായി ദുരിതം പേറുകയാണിവർ. ഓരോ മഴക്കാലത്തുമുള്ള വാഗ്ദാനങ്ങൾ മാത്രം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഉറപ്പ് മാത്രമായി ഒതുങ്ങുന്നു. ദേവിക. സംസ്ഥാനത്ത് കടലേറ്റം രൂക്ഷമാണ്.
വിവിധ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരുപോലെ നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. തിരുവനന്തപുരത്തെ പള്ളിത്തുറയിലും ഇത്തരത്തിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. നിലവിൽ അധികൃതർ മണൽച്ചാക്കുകൾ കൊണ്ട് ഈ കടലേറ്റത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം കാര്യക്ഷമമാണെന്ന് ആ പള്ളിത്തുറയിലെ തീരപ്രദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്ക വീടുകളും ഭാഗികമായി തകർന്ന നിലയിലാണ്. ഏകദേശം 35ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ 5ഓളം വീടുകൾ ഏകദേശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഏതു സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ഇവരുടെ വീടുകൾ ഇപ്പോൾ ഉള്ളത്. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായതാണ്. അവർ പറയുന്നത് ഓരോ തവണയും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇവരെ സുരക്ഷിതമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാറുണ്ട്. 1-2 ആഴ്ചയോ മാസമോ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും ഒന്ന് കടലിന് ശാന്തമാകുമ്പോൾ ഈ തീരപ്രദേശത്തെ ഈ തകർന്നു വീഴാറായ വീടുകളിലേക്ക് ഇവർ തിരിച്ചു വരുന്നുണ്ട്. അവർ പറയുന്നത് എന്ത് സുരക്ഷിതത്വമാണ് ഇത്തരത്തിൽ ഈ കടൽക്ഷോഭത്തിൽ തകരാറായ വീടുകളിലേക്ക് വരുമ്പോൾ സർക്കാർ ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്നാണ്. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇവർ ഈ പ്രശ്നത്തിനായി ആവശ്യപ്പെടുന്നത്. ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് ഫ്ലാറ്റുകളൊന്നും വേണ്ട. ഈ അടുത്ത് തന്നെ ഒരു ഐസ് പ്ലാന്റിന്റെ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇവർക്ക് അനുവദിച്ച് നൽകുകയാണെങ്കിൽ ഇവർക്ക് അവിടെ വീടൊരുക്കി കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന പള്ളിത്തുറയിലെ കൗൺസിലർ മേടയിൽ വിക്രമനും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, സുരക്ഷിതമായി ഉറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്.